ഓ, ഇതാരിത്? വന്നോ തമ്പുരാട്ടി? എവിടെയായിരുന്നത് ഇത്രയും നേരം? ഓ, ഒന്നും പറയാതിരിക്കുന്നതാ ബെറ്റർ. ജീവനോടെ തിരിച്ചെന്നത് എന്റെ ഭാഗ്യം പറ. അല്ല, മാളു എവിടെ? കണ്ടില്ലാലോ. ആ, മാളു ജെയിംസ് സാറിന്റെ ക്യാമ്പിലുണ്ട്. എന്തോ ഫയൽ എന്തോ സൈൻ വാങ്ങാൻ പോയിരിക്കുക. അല്ല, നീ എന്താ അങ്ങനെ പറഞ്ഞേ? നിന്നെന്താ ആരെങ്കിലും കൊല്ലാൻ വന്നോ? അതെ അതെ, എന്റെ പൊന്നു, ഓർമ്മിപ്പിക്കലടി. അങ്ങയുടെ മുഖം ആലോചിക്കുമ്പോഴല്ലോ എനിക്ക് പെട്ടെന്നാന്നറിയില്ല ദേഷ്യം കയറി വരുന്നുണ്ട്. എന്താണ് ഗൈസ്, എന്നെ കൂട്ടാണ്ട് ഇവിടെ ഒരു ചർച്ചയാക്കി? ഓ, വന്ന തമ്പുരാട്ടി. ഞങ്ങൾ നിന്നെ ഇങ്ങനെ നാടുകടത്താം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതുപോലെ വന്നല്ലോ. എന്തായി പോയിട്ട് സൈൻ കിട്ടിയോ? ഓ, അങ്ങനെ. സൈനൊക്കെ കിട്ടി. ആ, നന്ദു എപ്പോ വന്നടി നീ? അല്ല, നിന്റെ ഫോൺ എവിടെ? മേമ കുറെ തവണ വിളിച്ചത്രേ, കോൾ കിട്ടിയില്ല എന്നിട്ട് എന്നെ വിളിച്ചു. നിന്റെ ഫോൺ എവിടെ വെച്ചിരിക്കുന്നത്? ആണോ? ഫോണ് സൈലന്റാ തോന്നുന്നു, അതാ കിട്ടാത്ത. അല്ല, അമ്മ എന്തിനാ വിളിച്ചേ? എന്താ കാര്യം? ആ, മേമ വിളിച്ചത് എന്തോ ഇമ്പോർട്ടന്റ് മാറ്റർ ഉണ്ട്, ഉടനെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. പെട്ടെന്ന് വരാൻ പറഞ്ഞു നമ്മുടെ അടുത്ത്. ഇമ്പോർട്ടന്റ് മാറ്ററോ? എന്ത് ഇമ്പോർട്ടന്റ് മാറ്റർ? അമ്മ എന്തെങ്കിലും പറഞ്ഞോ നിന്റെ അടുത്ത്? എന്താ കാര്യം? എന്താ കാര്യം എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇമ്പോർട്ടന്റ് ആണ്, വേഗം നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. വന്നില്ലെങ്കിൽ ഇവിടെ ഒന്ന് വിളിച്ചിട്ട് പോകുമെന്നും പറഞ്ഞു. എന്തായാലും നാട്ടിലേക്ക് പോവാടെ, മേമയും ചാച്ചനും കൊണ്ടൊക്കെ കുറേയല്ലോ. വാ, പോവാ എന്തായാലും. എങ്ങനെ പോവാൻ? ഒന്നാമതേ പ്രിയ ലീവാണ്. അവള് മനേട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എന്തോ പോവാണോ പറഞ്ഞു. പിന്നെ നമ്മളും കൂടി പോയി വർക്ക് ലോഡ് പെൻഡിങ് ആവില്ലേ? ഓ, എന്റെ പൊണ്ണ് നന്ദു, ഇങ്ങനെ വർക്ക് ഹോളിക്ക് ആവല്ലേ നീ. എന്തായാലും നമ്മള് 3 പേരും ഈ സെയിം റീസൺ പറഞ്ഞിട്ടാണ് എങ്ങോട്ടും പോവാതിരിക്കുന്നത്. എന്തായാലും ഇത്തവണ നമുക്ക് 3 ആൾക്കാർക്ക് ലീവ് എടുക്കാം. ഇത് ജെയിംസ് സാറിനോട് പറഞ്ഞ അയാൾ എന്തായാലും ലീവ് ഇല്ല. നീ പോകുമെന്ന് കേൾക്കുമ്പോ അയാൾക്ക് അങ്ങോട്ടും ഇതാവാൻ തുടങ്ങും. നമുക്ക് സാറിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? അപ്പൊ ആ സാറ് ജസ്റ്റ് നമുക്ക് ലീവ് തരുമല്ലോ. അതല്ലേ നല്ല ഐഡിയ? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നമുക്ക് സാറിന്റെ അച്ഛനെ വിളിക്കാം, എന്നിട്ട് കാര്യം പറയാം, അങ്ങനെ ലീവ് വേണമെന്ന്. അപ്പോ അങ്കിള് തന്നെ നമുക്ക് പോവാലോ ലീവ് എടുത്തിട്ട്. അതല്ലേ ചെയ്യാൻ നല്ലത്? അതൊരു നല്ല ഐഡിയ തന്നെയാ. ഇത് കണ്ടു, നീ മുടക്കൊന്നും പറയല്ലേ. നമുക്ക് ഇപ്പൊ തന്നെ സാറിന്റെ അച്ഛനെ വിളിക്കാം. വേഗം വിളിച്ചിട്ട് കാര്യം പറയാം. നന്ദന, തന്നെ സാറ് വിളിക്കുന്നുണ്ട് ക്യാബിനിലോട്ട്. മോളെ നന്ദു, ലീവ് ഏറ്റടി, ക്യാബിനിൽ പോയിട്ട് വാ. ഞാൻ വന്നിട്ട് ബാക്കി തരാം. മേ കമിൻ സർ? ആ, നന്ദന, താൻ പപ്പയെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അതെ സാറ്, ലീവിന്റെ കാര്യം പറയാൻ വിളിച്ചു. ഓ, ലീവ് ഞാൻ കൺഫേം ചെയ്യാം. ബട്ട് നന്ദുവിന്റെ അല്ല, അവരുടെ. നന്ദു ഇവിടെ ഇരിക്കും, അവര് പോട്ടെ. അവര് പോയി വീട്ടിലൊക്കെ പോയിട്ട് വരട്ടെ. നമുക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്. ബട്ട് സാർ, സാറിന്റെ പപ്പ സമ്മതിച്ചില്ല, പിന്നെ സാറിനെന്താ? പിന്നെ ബിസിനസ് ട്രിപ്പ് അത് ഞാനല്ല സാറിന്റെ ഒപ്പം വരണ്ടേ? സാറിന് അതിനാണ് ഒരു PA പറഞ്ഞൊരു പോസ്റ്റിൽ ഒരാളെ ഇരുത്തിയിരിക്കുന്നത്. ഏയ്, എനിക്ക് എന്റെ പിന്റെ ഒപ്പം പോകാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. തന്റെ ഒപ്പം വരാനാ എനിക്ക് ഇൻട്രസ്റ്റ്. സാർ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയോ? ഡീ, നീ എന്നെ തല്ലിയില്ലേ? ബട്ട് നിന്റെ ഓരോ തല്ല് ആ, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഇതിനാണ് എന്റെ പൊന്നുമോൾക്ക് ഞാൻ തരാം. താൻ എന്ത് തേങ്ങേരും ചേടോ? പിന്നെ താൻ കേൾക്കാൻ വേണ്ടി പറയാം. എന്തായാലും ഞങ്ങൾ 3 പേരും ലീവായിരിക്കും. താൻ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. കൂടിപ്പോയി ജോലിയിൽ നിന്ന് പിരിച്ചുവിടലുള്ളൂ, അത് സന്തോഷത്തോടെ ഞങ്ങൾ. ഡോ, കേസിന്റെ ഫയലൊന്ന് വേഗം കൊണ്ടുവന്നെ, ഇപ്പൊ തന്നെ വേണം. ഇമ്മീഡിയറ്റ് ഒരു അർജന്റ് മാറ്റർ ഉണ്ട്. ഹലോ അമ്മ, ഒരു 10 മിനിറ്റ് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം, ഒരു കേസിന്റെ കാര്യം നോക്കും. വെക്കല് ഒരു സീരിയസ് കാര്യം പറയാൻ അമ്മ ഇപ്പൊ വിളിച്ചേ. എന്താ അമ്മ, പെട്ടെന്ന് പറ, ഞാൻ കുറച്ച് ബിസി അപ്പോ. എന്ത് ബിസി? സ്വന്തം അമ്മയോട് സംസാരിക്കാൻ പറ്റിട്ട് എന്ത് ബിസിയാണ് നിനക്കുള്ള? മര്യാദക്ക് ഞാൻ പറയുന്ന മൊത്തം കേട്ടിട്ട് നീ ഇവിടുന്ന് ഫോൺ വെച്ചിട്ട് പോകത്തുള്ളൂ. ഒന്നുമില്ലല്ലോ, നിന്നെ 10 ദിവസം സ്വന്തം കഷ്ടപ്പെട്ട് പ്രസവിച്ചില്ലേ ഞാൻ? അതിന്റെ നന്ദിയും കാണിച്ചട നീ. ഓ, ഇവന്റെ കാണിക്കൽ നടക്കുന്നത് നീ മാത്രമല്ല,
ലോകത്ത് പോലീസായിട്ട്. ഏട്ടനും കണക്കാ അനിയും കണക്കാ രണ്ടും. അതെങ്ങനെ ഏട്ടനെ കണ്ടിട്ടല്ല അനിയും പിടിക്കുന്നത്. ഇപ്പൊ വന്ന അവന് നീപ്പനായിട്ടുണ്ട്. സ്വന്തം അമ്മയോട് 2 മിനിറ്റ് സംസാരിക്കാൻ അമ്മമാർക്ക് സമയമില്ല, രണ്ടെണ്ണത്തിനും. ഇവന്മാര് മാത്രമാണ് ഈ ലോകത്തില് ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള പോലീസ്. അല്ലേ? ഞാൻ ഇപ്പൊ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്റെ പൊന്നിമ മൊത്തം കേട്ടോ. നമുക്കൊരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നീ എന്തായാലും കെട്ടിയിരിക്കണം. ഇങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നീ എന്തായാലും ആ കുട്ടീനെ കെട്ടിയിരിക്കണം. എന്റെ പൊന്നമ്മ, നമ്മൾ ഇതിനെ പറ്റി മുന്നേ സംസാരിച്ചതല്ലേ? എനിക്ക് മാരേജിനോടൊന്നും തീരെ താല്പര്യമില്ല. വേണമെങ്കിൽ ഋഷി ഉണ്ടല്ലോ, അവനെ കൊണ്ട് കെട്ടിച്ചോ, എന്നിട്ട് മതി ഇങ്ങോട്ട്. എനിക്കിപ്പോ ഇതൊന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞേക്കാം. അതെന്താടാ നിനക്ക് സമ്മതിച്ച? ആരും നീ വെറുതെ എന്നെ ദേഷ്യം കേട്ടില്ലേ? എനിക്ക് ദേഷ്യം വന്ന് എങ്ങനെ നിനക്ക് അറിയാലോ. നിങ്ങളുടെ രണ്ടെണ്ണത്തിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഇന്ന് വരയ്ക്ക് സപ്പോർട്ടല്ലേ നിന്നിട്ടുള്ളൂ. ഇനി അത് നടക്കില്ല. എന്റെ പൊന്നുമോന്റെ താളത്തിന് ഞാൻ കുറെ അങ്ങ് വിട്ടു. ഇനി അതിനി ഇല്ല. ഇനി ഞാൻ പറയാം, അത് നീ കേൾക്കും. മനസ്സിലായല്ലോ? പിന്നെ ഋഷിന്റെ കാര്യം എടുത്ത് ടെൻഷനാവേ വേണ്ട. നിങ്ങളുടെ രണ്ടെണ്ണത്തിന്റെ ഒരുമിച്ച് നടത്താനാണ് എന്റെ തീരുമാനം. പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. 2 ആൾക്കാർക്ക് പറ്റിയ പെൺകുട്ടികളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. വേഗം കേട്ടല്ലോ, വേഗം തന്നെ ലീവ് എടുത്ത് നാട്ടിക്ക് വന്നോ. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസം കഴിഞ്ഞാൽ ആ കുട്ടീന്റെ വീട്ടിൽ പോയി കാണാനുള്ളതാണ്. എന്തെങ്കിലും മുട്ടക്ക് പറഞ്ഞ നീ അവിടെ നിന്നാ ഞാൻ അങ്ങോട്ട് വരും. ഉറപ്പാണ്, ഞാൻ അങ്ങോട്ട് വരും. കേട്ടല്ലോ നീ? അമ്മ, ശരി, ഞാൻ ലീവ് എടുത്ത് നാട്ടിലോട്ട് വരാം. ബട്ട് കല്യാണം അത് ഞാൻ കഴിക്കില്ല, അത് ഉറപ്പാണ്. അമ്മ എന്നാലും ഞാൻ ഋഷീനെ ഒന്ന് വിളിക്കട്ടെ. അതാണ് എന്റെ മൻ. എന്റെ നീ ഋഷീനെ വിളിക്കേ. എന്നിട്ട് 2 നാളെ തന്നെ എത്തിയേക്ക്. പിന്നെ കല്യാണം കഴിക്കില്ല എന്നല്ല, കല്യാണം കഴിക്കും. നാളെ തന്നെ വന്നേക്ക് 2. അമ്മ, അച്ഛ, ഞങ്ങൾ വന്നു. വന്നെന്റെ മക്കള്. വാ വാ, അകത്ത് കയറിയിരിക്കും. മാളു, എങ്ങനെയുണ്ടടി? സുഖല്ലേ? എത്രയായി കണ്ടിട്ടല്ലേ? കൊച്ചിനെ കണ്ടിട്ട് കുറെ കഴിഞ്ഞേ. മതി മതി സ്നേഹപ്രകടനം. ബാക്കിയൊക്കെ നമുക്ക് ഉള്ളി വെച്ചിട്ടാ. 2 ആൾക്കാരും വന്നേ, വേഗം വാ. വന്നു രണ്ടുപേരും. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നില്ലേ? മാളു, എങ്ങനെയുണ്ടടി? സുഖമായിരിക്കുന്ന നീ? എന്നെ കണ്ടിട്ട് കൊറേ ആയി. എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വാ രണ്ടുപേരും. അത് തന്നെ, എന്തായാലും വേഗം പോയി രണ്ടുപേരും ഫ്രഷ് ആയിട്ട് വരും. രണ്ടുപേരും ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ മമ്മി, ഞാൻ വന്നു. വന്ന 2 ആൾക്കാരും വേഗം വിളിക്കുക. എന്നിട്ട് വേഗം പോയി ഫ്രഷ്. മഹേട്ടാ, മഹേട്ടാ. ഇതെവിടെന്നാ ശബ്ദം? ഇവിടെ വല്ല പാമ്പും വന്നു? പാമ്പല്ല അച്ഛാ, അമ്മയാ. ഓ, ഇവളായിരുന്നു പാമ്പ്. അല്ല, എന്താ ലച്ചു? ഇന്നലെ കൊണ്ട് ഏത് നേരത്താണോ എന്താ? ഒന്നുമില്ല. എന്താ 2 ഉദ്ദേശം? നീ പറഞ്ഞു തരാം എന്തായി. എടാ ഋഷി, ആരോ കേക്കടാ. നല്ല കുട്ടികളാടാ, നല്ല ഐശ്വര്യമുള്ള മക്കള്. എന്ത് ഭംഗിയെന്നാ അറിയോ 2 പേരെ കാണാൻ. അയ്യോ, കണ്ട നോക്കി നിന്ന് പോവാ. അത്രയും ഭംഗിയുണ്ട് 2 പേരെയും കാണാൻ. അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള നല്ല അടിപൊളി കുട്ടികളാടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായടാ. എടാ പൂരത്തിന് നിനക്കറിയാ, എടാ ഫ്രണ്ട്സിന്റെ മക്കളാടാ. എടാ നല്ല കുട്ടികളാടാ, നോക്കടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ഇനി വേറെ ഏത് കുട്ടികളെ കൊണ്ടുവന്നാലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇവരെ തന്നെ മതി എന്റെ മരുമക്കളായിട്ട്. എന്റെ പൊന്നമ്മ, എത്ര തവണ പറഞ്ഞു എനിക്ക് സമ്മതമല്ല. എനിക്കെന്നല്ല ഇവന് സമ്മതമല്ല. ഇപ്പൊ ഒന്നും ഇതൊന്നും വേണ്ട അമ്മ. അത് തന്നെ, എന്തിനിപ്പോ വെറുതെ? എനിക്ക് സമ്മതമല്ല. എന്താടാ ഋഷി, നീ ഈ ഫോട്ടോ നോക്കിക്കേ. ഇവളോ? എത്ര അന്വേഷിച്ചു. ഋഷി, പറയടാ, നല്ല കുട്ടിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കുട്ടി. നമുക്ക് വേഗം തന്നെ അത് നടത്താം. ഒട്ടും വൈകിക്കിടരുത്. നമുക്ക് പെട്ടെന്ന് നടത്താം. നമുക്ക് നാളെ തന്നെ കുട്ടീന്റെ വീട്ടിൽ പോവാം. പെട്ടെന്ന് മുഹൂർത്തം എടുത്ത് വേഗം നടത്താം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടീനെ കാണാൻ. വേഗം നടത്തണേ.
ഏ ചതിയൻ പട്ടിയനിയൻ. അപ്പൊ ഞാൻ എന്താ പൊട്ടനാ? ദൂഷ്ടൻ. വിളിക്കണം നോക്ക്. ഒരെണ്ണം കൊടുത്താലോ അവന്റെ മോന്തയ്ക്ക്. ഏ, ശരിക്കും അമ്മയുടെ മുത്തടങ്ങിയുടെ ചക്കരക്കുട്ടി. അയ്യോ, ആരും മണ്ണ് വെക്കാതിരിക്കട്ടെ എന്റെ പൊന്നിന്. ആ, അമ്മക്ക് സന്തോഷാടാ. ഡാ മോനെ ആരു, നീയും കൂടി അല്ലടാ. ഒന്ന് സമ്മതിക്കടാ, എന്നെ ചക്കരക്കുട്ടിയല്ലേ. സോറി മാതാശ്രീ, നിങ്ങളുടെ ഇളയ മകൻ ഒരു കാട്ടുകോഴി ആയതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്തായാലും സമ്മതമല്ല. ഡാരു, നല്ല പെൺകുട്ടിയാടാ, സമ്മതിക്കടാ. എന്തിനാ വെറുതെ? നിന്റെ അമ്മ ഇത്രയും റിക്വസ്റ്റ് ചെയ്യുന്നില്ല നിന്റെ അടുത്ത്. അവൾ ഇങ്ങനെ ആരിനോടെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് നീ കണ്ടിട്ടുണ്ടോ? എപ്പോഴും നിന്റെ പിന്നാലെ നടന്ന് കല്യാണക്കാര്യം പറയല്ലേ അവളുടെ പണി. ഒന്ന് സമ്മതിക്കടാ. എന്തിനാ വെറുതെ നീ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്? ഋഷി കണ്ട അവൻ സമ്മതിച്ചില്ലേ? നിനക്കൊന്ന് സമ്മതിച്ചോടാ. എടാ നല്ല കുട്ടിയാടാ, സത്യമായിട്ട് നിനക്ക് കണ്ടാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിനക്ക് നന്നായിട്ട് ചേരുന്ന ഒരു പെൺകുട്ടിയാ. എന്റെ ഫ്രണ്ടിന്റെ മോളാ. ഒന്ന് സമ്മതിക്കടാ. ഓക്കെ, ശരി. ബട്ട് ഒരു കണ്ടീഷൻ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും നോൻ പറയും. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് കുട്ടീനെ ഇഷ്ടപ്പെടും. ആ, എന്നാ പിന്നെ മഹിയേട്ടാ കിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞു നോക്കി, നമ്മൾ നാളെ തന്നെ വരുന്നത്. What? പോലീസ്? No, എനിക്ക് സമ്മതല്ല. എനിക്ക് ഒട്ടും സമ്മതല്ല. ഞാനിത് സമ്മതിച്ചു തരില്ല. ആഹാ, എന്റെ പട്ടി കിട്ടും. ഞാൻ ആ, എനിക്ക് സമ്മതല്ല. എന്റെ പട്ടി കിട്ടും. പിന്നെ ആ, അപ്പൊ നിങ്ങൾ തന്നെ കിട്ടും. കാരണം എന്താ വെച്ചാ നിന്റെ പട്ടി ഇവിടും നിന്റെ പട്ടി അവളും അല്ലേ. രണ്ടും പട്ടികൾ തന്നെയല്ലേ. അപ്പൊ നിങ്ങൾ രണ്ടും തന്നെ കെട്ടിക്കോ. നിങ്ങൾ സമ്മതിച്ചല്ലോ കിട്ടുമെന്ന്. എന്താടി ഞാൻ പറഞ്ഞ ലോജിക്കല്ലേ? ഇവര് രണ്ടുപേരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടി പട്ടി വിളിച്ച് കളിക്കാറ്. അപ്പൊ ഇവരെന്നെയല്ലേ. ആ, അത് നീ പറഞ്ഞ ലോജിക്ക. ആ, അതാണ്. ആ, പിന്നെ കുഞ്ഞുമക്കളുടെ ശ്രദ്ധയ്ക്ക് കല്യാണം മുടക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് എട്ടായി മടക്കി പോക്കറ്റിൽ തന്നെ വെക്കേണ്ടതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. അഥവാ കല്യാണം മുടക്കാൻ എന്തെങ്കിലും പ്ലാൻ ഇട്ടു എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവാന്ന് പറയണ്ടാലോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ അവരെ തന്നെ കിട്ടും. വാട്ട്, പോലീസ്? അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പോലീസിന് എന്താ കുഴപ്പം? ഉള്ളിലും നല്ല ജോലിയല്ലേ. നിങ്ങൾ എന്തായാലും അവരെ തന്നെ കിട്ടും. മനസ്സിലായല്ലോ? ആ, അത് തന്നെ. ആ, പിന്നെ ഒരു കാര്യം, നാളെ ഒരു പെണ്ണ് കാണാൻ വരും. ദൈവത്തേർത്തൊന്നും മുടക്കാൻ നിൽക്കരുത്. മുടക്കിയാൽ അറിയാലോ. ആ, അച്ഛാ, എനിക്ക് സമ്മതമല്ല. ആ, അത് തന്നെ, എനിക്ക് സമ്മതമല്ല അച്ഛാ. നീ കരയിലടി, നല്ല പയ്യന്മാരാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതെ, അവര് നാളെ ഒന്ന് കണ്ടോട്ടെ. അതിനെന്തിനിപ്പോ രണ്ട് കരയാൻ നിൽക്കുന്നേ? നീ നന്ദു പിന്നെ മാളു, രണ്ടുപേരുടെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ അമ്മമാര് ചെയ്യുന്നതിനൊന്നിനും ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെക്കാൾ വലിയ പേടിയാ ഞങ്ങൾക്ക് അവരെ. അറിയാലോ, അവര് വീട് തലകീട് തിരിച്ചു മറിച്ചൊക്കെ വെക്കും. വെറുതെ എന്തിനാ? അവര് നാളെ ഒന്ന് കണ്ടോട്ടെ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല പയ്യന്മാരാ, ഞങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടതാ. നല്ല അടിപൊളി പയ്യന്മാരാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലീസുകാരെ പോലും ഒന്നും എല്ലാവരും നല്ല പയ്യന്മാരാ. എന്തായാലും ഞാനൊന്ന് അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ. ആടാ, എന്തായാലും നല്ല പയ്യന്മാരാ. നാളെ വരെ നിങ്ങളെ കാണാൻ വരും. എന്തായാലും ഒന്ന് കണ്ടോട്ടെ. വെറുതെ എന്തിനാ ഓരോന്ന് മുടക്കുന്നേ?